സോ ഈ ക്വസ്റ്റ്യനിൽ അപ്പോൾ എ ബി എന്നില്ല ഒരു കമ്പ്യൂട്ടേഴ്സാണ് അതിൻ്റെ ജോ കസ്റ്റമേഴ്സ് ഫോർ ചാൻസ് റെസ്പെക്റ്റീവ്ലി, അതായത് സെല്ല് ചെയ്യുന്നതിൻ്റെ റെസ്പെക്റ്റീവ് ചാൻസ് വന്നിട്ടുണ്ട്. എ 60%, അതായത് 60/100 0.6, ബി 40%, ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് ബി 0.4. ഓക്കെ, നമ്മൾ ചോദിച്ചിട്ടുള്ള സെറ്റിലും അറ്റ്ലീസ്റ്റ് വൺ കമ്പ്യൂട്ടറിന്, അതായത് നമുക്ക് എന്താ അറ്റ്ലീസ്റ്റ് വൺ എന്ന് വെച്ചാൽ എയ്തർ എ ഓർ ബി ഓർ ബോത്ത്, ഏതെങ്കിലും ഒന്ന് സെല്ല് ചെയ്യുക. സോ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, we know the equation probability of A union B. What is the probability of A union B? That is addition theorem. According to addition theorem of probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. Okay, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് എന്താ, സോൾഡ് ഇൻഡിപെൻഡൻ്റ്ലിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ വരും പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ വരും, ഇൻഡിപെൻഡൻ്റ്ലി ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി അക്കോർഡിംഗ് ടു അവർ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇവിടെ ഇൻഡിപെൻഡൻ്റ്ലി തന്നിട്ടുണ്ട്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ തിയറം, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി is equal to പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ 0.6 പ്ലസ് 0.4 മൈനസ് 0.6 ഇൻറ്റു 0.4. ഓക്കെ, വിൽ ഗെറ്റ് ദി വാല്യൂ 0.76. Next question. The following table gives the distribution of wages. Wages are number of pupils are given. Okay, so അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഇത് ഭയങ്കര ലാർജ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. The question, an individual is taken at random from the above group. Find the probability of that. First one, his wages is under 40. Okay, so here his wages under 40 ആണ് ഫസ്റ്റ് വൺ. ഓക്കെ, അണ്ടർ 40യിൽ ഏതൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് ഇവിടെയാണ് 40 വരുന്നത്. അണ്ടർ 40യിൽ 9 108 ഉണ്ട് അല്ലേ. സോ പ്രോബബിലിറ്റി ഓഫ് ദ വേജ് ഈസ് അണ്ടർ 40. നമ്മൾ നോക്കാം 40ക്ക് താഴെയുള്ള എത്ര പീപ്പിൾ, 30 to 35ഉം 35 to 40. സോ ഇത്രയും പേര് നമുക്ക് എന്താണ് ഈ ഒരു ഇതിൽ അണ്ടർ 40 ആണ്. 9 + 108 അണ്ടർ 40 ആണ് അല്ലേ. സോ നമുക്ക് കിട്ടുന്നത് 9 + 108 ഡിവൈഡഡ് ബൈ ടോട്ടൽ, നമുക്കറിയാം ടോട്ടൽ 1000, നമ്പർ ഓഫ് പീപ്പിൾ ടോട്ടൽ 1000 ആണ്. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ 0.117 കിട്ടും. ഓക്കെ, ദിസ് ഈസ് അണ്ടർ 40. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കില് 55 ഓർ മോർ. സെക്കൻഡ്, പ്രോബബിലിറ്റി ഓഫ് 55 ഓർ മോർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിലാണ് നമുക്ക് പ്രോബബിലിറ്റി 50 to 55 വരെ ഇവിടെയാണ് തരുന്നത്. 55 ഓർ മോർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മുതലുള്ളത് 55 മുതൽ 70 വരെയുള്ള പ്രോബബിലിറ്റി 55 ഓർ മോർ. സോ നമുക്ക് കിട്ടും നമ്പർ ഓഫ് പീപ്പിൾസ് എത്രയാണ്, 30 + 16 + 7. ടോട്ടൽ പീപ്പിൾസ് ഇത്ര. 55ന് മുകളിൽ വേജസ് ഉള്ളവർ 30 + 16 + 7. സോ 30 + 16 + 7 ഡിവൈഡഡ് ബൈ നമുക്കറിയാം 1000 ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന 9 + 107 എന്നത് 170/1000 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 53 ഡിവൈഡഡ് ബൈ 1000. ദാറ്റ്സ് ഈക്വൽ ടു 0.053 അല്ലേ. 50/1000 ആയതുകൊണ്ട് നമുക്ക് 3 പ്ലേസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പറഞ്ഞിട്ടുള്ളത് എയ്തർ ബിറ്റ്വീൻ 45 to 50 ഓർ 30 to 40. So probability of wages in between
45 to 50 or 30 to 40. ഓക്കെ 45 to 50 എന്ന് പറയുമ്പോൾ ഇത് എത്ര പേരുണ്ട്? 45 to 50 230 ഓർ അല്ല പറഞ്ഞാൽ 230 പ്ലസ് ഓർ 30 to 40. 30 to 40 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 30 to 40 9 പ്ലസ് 108 9 plus 108 divided by 1000. Okay, so നമുക്കറിയാം 2030 പ്ലസ് 9 പ്ലസ് 108 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് 170 divided by 1000 equal to, you will get 0.347. Okay. Next question, easy question. In an examination, 30% of the students have failed in mathematics, 20% failed in chemistry, and 10% both in mathematics and chemistry. A student is selected that. What is the probability that the student failed either maths or chemistry? അപ്പോൾ നമ്മളോട് ചോദിച്ചത് എയ്തർ ഓർ ആണ്. സോ എ യൂണിയൻ ബി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എ എന്നുള്ളത് മാത്സിലില്ല ഫെയിലായിട്ടുള്ള പ്രോബബിലിറ്റിയും, ബി എന്നുള്ളത് നമ്മൾ കെമിസ്ട്രിയിൽ ഫെയിലാവുന്ന പ്രോബബിലിറ്റി എടുത്ത് നമുക്കറിയാം. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 30%, 30 ഡിവൈഡ് ബൈ 100 0.3 ആണ്. ഓക്കെ, ആൻഡ് പി ഓഫ് ബി ഈസ് ഗിവൺ 20% ആണ്. കെമിസ്ട്രിയിൽ ഫെയിൽഡ് 20% ആണ്. ബോത്ത് മാത്സ് ആൻഡ് കെമിസ്ട്രിയിൽ ഫെയിൽഡ് ആയത്. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി, ബോത്ത് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ അത് 10% ആണ്. ദാറ്റ് ഈസ് 0.1. സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു അഡിഷൻ തിയറം എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, ഇത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരലുണ്ട് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് A intersection B. Just we need to substitute these values. So here 0.3 probability of A, probability of B 0.2 minus 0.1. So we'll get the value 0.4. This is the required probability. Okay. Next question. The probability that India wins a cricket test match against Australia is 1/3. If the India and Australia play 3 matches, what is the probability? First one, India will lose all the 3 matches and India wins at least. Second one, India win at least means at least 1 test match. Okay, so here first namukku given what is the probability of India wins. So probability of India wins equal to is given 1/3. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഓസ്ട്രേലിയ വിൻ ചെയ്യുന്ന പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കില്ല. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഓസ്ട്രേലിയ വിൻസ് എത്രയായിരിക്കും വരിക? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതിൽ നിന്ന് നമ്മൾ ഇന്ത്യ വിൻ ചെയ്യുന്നത് സബ്സ്ട്രാക്ട് ചെയ്യുക. 1 മൈനസ് 1/3 ഈക്വൽ ടു 2/3. അപ്പോൾ 3ൽ 3 ചാൻസും ഓസ്ട്രേലിയ വിൻ ചെയ്യാനാണ്. ഓക്കെ, 3ൽ 2 ചാൻസും ഓസ്ട്രേലിയ വിൻ ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ത്യ വിൽ ലോസ് ഓൾ ദ 3 മാച്ച്. അപ്പോൾ ഇന്ത്യ എല്ലാ മാച്ചിലും ലോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ദാറ്റ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓസ്ട്രേലിയ എല്ലാത്തിലും 3 മാച്ചിലും ഓസ്ട്രേലിയ 3 മാച്ചിലും വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇല്ലേ? സോ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ഇന്ത്യ വിൽ ബി lose all the 3 matches. എല്ലാ മാച്ചിലും ഇന്ത്യ ലൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അതായത് നമ്മൾ എല്ലാ മാച്ചിലും ഓസ്ട്രേലിയ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? ഫസ്റ്റ് മാച്ചിലെ പ്രോബബിലിറ്റി 2/3 ആണ്. സെക്കൻഡ് മാച്ചിലെ പ്രോബബിലിറ്റി 2, അതായത് ഇന്ത്യ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3 ആണ്. അപ്പോൾ 1/3 ആണ്. സോ ഇന്ത്യ ലോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓസ്ട്രേലിയ വിൻസ് മീൻ ചെയ്യുന്നതാണ് ഇന്ത്യ ലോസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഓസ്ട്രേലിയ മീൻ വെച്ചാൽ ഇന്ത്യ ലോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സോ ഹിയർ 2/3. ഫസ്റ്റ് മാച്ചിൽ 2/3 ആണ്. സെക്കൻഡ് മാച്ചിലും 2/3 ആണ്. തേർഡ് മാച്ചിലും എന്താണ്? 2/3 ആണ്. സെയിം പ്രോബബിലിറ്റി ആണ്. സോ 2 × 4 8 8/3
27. Okay. ഇതാണ് ഇന്ത്യ will be lose all the 3 matches. Next question. India wins at least one test match. Okay. Second, India, probability of India wins at least എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? At least one test match. That means നമുക്ക് എഴുതാം 1 minus probability of India win at least one win നോൺ ടെസ്റ്റ് മാച്ച് ഇല്ലേ? നമുക്ക് പറയാം അറ്റ്ലീസ്റ്റ് 1 ടെസ്റ്റ് മാച്ചിന്. അപ്പോൾ ഇന്ത്യ ഒരു ടെസ്റ്റിലെങ്കിലും വിൻ ചെയ്യുന്നു പറഞ്ഞത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇന്ത്യ ലോസ് ഓൾ ദി ടെസ്റ്റ് ഇല്ലേ? ഇന്ത്യ അതായത് ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയില്ല. അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇന്ത്യ നോട്ട് വിന്ന് അല്ലേ? നോൺ ഇല്ല, 1 മൈനസ് നോൺ ആണെന്ത് അറ്റ്ലീസ്റ്റ്. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ 1 മൈനസ് നോൺ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ വിൻ അറ്റ്ലീസ്റ്റ് ഇന്ത്യ വിൻ ചെയ്യാന്ന് വെച്ചാൽ 1 മൈനസ് ഇന്ത്യസ് നോട്ട് വിൻ ഉള്ളത് വരും. അപ്പോൾ ഇന്ത്യ നോട്ട് വിൻ ആയിട്ടുള്ള കേസ് എത്ര തന്നെ 3 മാച്ചസിലാണ്. ഓൾ ദ മാച്ച് മീൻസ് നമുക്ക് 3 മാച്ചസിൽ. അപ്പോൾ ഇന്ത്യ ലോസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്താണ്? 8/27. സോ ഹിയർ 1 മൈനസ് 8/27 വി വിൽ ഗെറ്റ് 27 ആണോ 90? ഓക്കെ, 19/27. 3 into 27. 19/27. Okay, this is our required answer. Next question. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യന് നമുക്ക് എക്സാമിന് ആൻസർ മാറിപ്പോകും. ഓക്കെ. 4 people in a group of 20 are graduate. 20 പേരിൽ 4 പേര് ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ. ഇഫ് 4 persons are selected at random, we want to select 4 from that. Find the probability that all are graduate. നമുക്ക് 20 ആൾക്കാരുണ്ട്, അതിൽ 4 ആൾക്കാർ ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 എന്താണ്? ഓൾ ആർ ഗ്രാജുവേറ്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന 4ഉം ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് 1 എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗ്രാജുവേറ്റ്. അത് സെലക്ട് ചെയ്ത 4 പേരിൽ ഒരാൾ ഗ്രാജുവേറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗ്രാജുവേറ്റ്. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സാമ്പിളിങ് നമുക്ക് 2 ടൈപ്പിൽ നടത്തണം. വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും. അതായത് വിത്ത് റീപ്ലേസ്മെൻറ്റിൽ നമ്മൾ എല്ലാം ഗ്രാജുവേറ്റ് ആയതും അറ്റ്ലീസ്റ്റ് 1 ഗ്രാജുവേറ്റ് ആയതും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ നമ്മൾ ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് നമ്മളിതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ കോമ്പിനേഷൻസ് NCR യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ. അതിൽ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വിത്ത് റീപ്ലേസ്മെൻറ്റിൽ എഴുതാം. ഫസ്റ്റ് കണ്ടീഷൻ വിത്ത് ദ സാമ്പിളിംഗ് ഓഫ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ. വിത്ത് റീപ്ലേസ്മെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് 1 ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ഗ്രാജുവേറ്റ് ആണ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ഗ്രാജുവേറ്റ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ടോട്ടൽ 20 ആണ് സാമ്പിൾസ് ഉള്ളത്. അതിൽ നമുക്ക് 4 ഗ്രാജുവേറ്റ് ഉണ്ട് അല്ലേ? ആ 20യിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എത്ര ഗ്രാജുവേറ്റ് ആണ്? 4 ഗ്രാജുവേറ്റ് ഉണ്ട്. ആ 4ൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 4 persons. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അതായത് ടോട്ടൽ 20 ഉണ്ട്, അതിൽ നമുക്ക് ഓൾ ആർ ഗ്രാജുവേറ്റ്. അപ്പോൾ നമ്മുടെ ഈവൻ്റ് എത്രയാണ് വേണ്ടത്?
ടോട്ടൽ 20 ആണ്. നമുക്ക് കിട്ടുന്ന ഗ്രാജുവേറ്റ് എത്ര ഉണ്ട്? 4 പേര്. 20ൽ 4 പേര് ഗ്രാജുവേറ്റ്. അപ്പോൾ ഒന്നാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഓൾ ആർ ഗ്രാജുവേറ്റ് എന്ന് പറയും. നമുക്ക് ജസ്റ്റ് പ്രോബബിലിറ്റി തരികയാണ്. ഓൾ ആർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എത്ര ചെയ്താൽ 24/20, അതായത് ഫേവറബിൾ 4 ഉണ്ട് ബൈ 20 ആണ്. പക്ഷെ നമുക്ക് അവിടെ പറയാത്ത ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ്? അതിൽ 4 പേരെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസാണ്. പക്ഷെ അവിടെ നമുക്ക് ഓൾ ആർ ഗ്രാജുവേറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. അതിൽ നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്യണം? ഇവിടെ 4 പേരെ സെലക്ട് ചെയ്യണം. ഈ മറ്റേത് എന്തായിരുന്നു? നമ്മൾ ഫേവറബിൾ ഈവൻറ്റ് ബൈ ടോട്ടൽ ഈവൻറ്റ്, അതായത് 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് 4 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4/20 നമുക്ക് അറിയാം. 4/20 ഡിവൈഡഡ് ബൈ നമ്മൾ 4 കൊണ്ട് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 1/5 കിട്ടും ഇല്ലേ? 4/4 എന്ന് പറയുമ്പോൾ 1 ആണ്. 20/4 5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/5 ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത് 0.0016. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓൾ ആർ ഗ്രാജുവേറ്റ്. അതായത് 20ൽ 4 ഗ്രാജുവേറ്റ്, അതിൽ നിന്ന് നമുക്ക് 4 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് മീൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗ്രാജുവേറ്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 1 ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗ്രാജുവേറ്റ് ഇല്ലേ? ഈ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗ്രാജുവേറ്റ് എന്നാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ഈസ് ഗ്രാജുവേറ്റ് ഇല്ലേ? നൺ ഈസ് ഗ്രാജുവേറ്റ്. അത് ഈ ഒരു ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 1 മീൻസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നൺ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് നൺ വരും, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ഈസ് ഗ്രാജുവേറ്റ്. നമുക്ക് ടോട്ടൽ 20 ഉണ്ട്. അതിന്ന് ഗ്രാജുവേറ്റ് അല്ലാത്തവർ എത്ര ഉണ്ട്? 4 പേര് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമുക്ക് 16 പേര് എന്തല്ല? ഗ്രാജുവേറ്റഡ് അല്ല. 16/20⁴. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാം? 1 മൈനസ് 16/20 ഡിവൈഡഡ് ബൈ 4 തന്നെ ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ 4, ഇവിടെ എന്താണ്? 20/4 5. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 1 മൈനസ് 0.4096 ഈക്വൽ ടു 0.5904. ഓക്കെ, ചെക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ഓക്കെ അല്ലേ? ഇതാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടില്ല. ഈ സെക്ഷൻ അപ്പോൾ നോക്കുക, വിത്ത് റീപ്ലേസ്മെൻറ്റ് നോക്കുക. ഇനി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നോർമൽ കേസിൽ വരികയാണെങ്കിൽ നിങ്ങൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ വിത്ത് റീപ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ ഫസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ഗ്രാജുവേറ്റ്. നമുക്ക് ടോട്ടൽ നമുക്ക് സാമ്പിൾ സ്പേസ് എത്ര ഉണ്ട്? നമുക്ക് സാമ്പിൾ സ്പേസ് ഉള്ളത് 20 ആണ്. അതിൽ നിന്ന് നമ്മൾ എത്ര പേരെ? 20 പേരുണ്ട്. അത് നമുക്ക് 4 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി എല്ലാം ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഗ്രാജുവേറ്റ് ആയത് എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അതിൽ നിന്ന് 4 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1/4845 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റായി ചെയ്യാൻ നിങ്ങൾക്ക് 0.00021 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടുള്ള മെത്തേഡാണ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, നമ്മൾ നോർമൽ ചെയ്യുന്ന മെത്തേഡ്. സെക്കൻഡ് വൺ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗ്രാജുവേറ്റ് ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൽ അറ്റ്ലീസ്റ്റ് 1 ഈസ് ഗ്രാജുവേറ്റ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്ത് ചെയ്യുക? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ഈസ് ഗ്രാജുവേറ്റ് ഇല്ലേ? നൺ ഈസ് ഗ്രാജുവേറ്റ്. അറ്റ്ലീസ്റ്റ് 1 മീൻസ് പ്രോബബിലിറ്റി ഓഫ് 1 മൈനസ് നൺ. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ഈസ് ഗ്രാജുവേറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുക?
നമുക്ക് ടോട്ടൽ 20 ഉണ്ട്. അതിന്ന് നമ്മൾ ഇവിടെ നമുക്ക് C4 വെച്ചിട്ട് ചെയ്യേണ്ട, അതാണ് ഇത്. ഇതിൽ റേസ്റ്റ് 4 ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് C4 ആണ്, ഇവിടെ റേസ്റ്റ് 4 ആണ്. വിത്ത് റീപ്ലേസ്മെൻറ്റിലാണ് നമ്മൾ റേസ്റ്റ് 4 ചെയ്യുക. ഇവിടെ നോക്കിയേ 4/20 C4 വരുന്നുണ്ട്, ഇവിടെ C4 വരുന്നുണ്ട്, ഇവിടെ രണ്ടിടത്തും റേസ്റ്റ് 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് നൺ ഈസ് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ സാമ്പിൾസ് ബൈ 20 ഉണ്ട്, അത് നമുക്ക് 4 സെലക്ട് ചെയ്യണം. അപ്പോൾ ഒറ്റൊന്നും ഗ്രാജുവേറ്റ് അല്ലാത്തവരും ഉണ്ടാവും. എത്ര പേരുണ്ടാവും? 6. നമുക്ക് ടോട്ടൽ ഗ്രാജുവേറ്റഡ് അല്ലാത്തത് അവിടെ 16 ഉണ്ടാവും. അതിന് നമുക്ക്, അതായത് 20-ൽ 4 ഗ്രാജുവേറ്റഡ്, അപ്പോൾ ഗ്രാജുവേറ്റഡ് അല്ലാത്ത 16, അതിന് നമുക്ക് C4 സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ റേസ്റ്റ് 4 ആണെങ്കിൽ ഇവിടെ അതിൻ്റെ കൂടെ എന്ത് വരും? C4 വരും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 - 1820 ഡിവൈഡഡ് ബൈ 4845, that's equal to 0.6244. Okay, so these are the required answers. Okay, thank you.